മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി കുമാരനാശാൻ. മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവി എന്ന ഖ്യാതി നേടിയ കവി. മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കവിയായിരുന്നു കുമാരനാശാൻ. ഇത് തോന്നയ്ക്കൽ ആശാൻ സ്മാരകം. കവിതാ പ്രസ്ഥാനത്തിൽ ഒരു പുതുവിപ്ലവം കുറിക്കുകയും ഒട്ടേറെ സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത വിപ്ലവകാരിയായ ഒരു മഹാന്റെ കാലടികൾ പതിഞ്ഞ ഇടം. നമ്മുടെ സംസ്കാരത്തിന്റെ സജീവാംശമായ കുമാരനാശാൻ കവി, പത്രാധിപർ, പുസ്തകപ്രസാധകൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി, നിയമസഭാംഗം, കർഷകൻ, വ്യവസായി, ഗൃഹസ്ഥൻ എന്നിങ്ങനെ കടന്നുപോയ എല്ലാ വഴിത്താരകളിലും സ്തുത്യർഹമായ സേവനമാണ് അനുഷ്ഠിച്ചിട്ടുള്ളത്. കവിസ്മാരകം എന്ന ഈ ആശയത്തിലൂടെ അദ്ദേഹത്തിന്റെ പേരും പെരുമയും ഇന്നും കേരളീയ മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുകയാണ്. സ്നേഹഗായകനായ മഹാകവി കുമാരനാശാന്റെ അമരസ്മൃതികൾക്ക് മുന്നിൽ മലയാളികൾ അർപ്പിച്ച സ്മൃതി ഗോപുരം. ഏപ്രിലിൽ കായിക്കരയിലുള്ള തൊമ്മൻവിളാകം എന്ന ഇടത്തരം കുടുംബത്തിലാണ് ആശാൻ ജനിച്ചത്. സംഗീത തൽപരനും സംസ്കൃത ചിത്തനുമായിരുന്ന നാരായണൻ പെരുങ്ങാടിയുടെയും കല്യാണിയമ്മയുടെയും 9 മക്കളിൽ രണ്ടാമനായിരുന്നു കുമാരു എന്ന നാമകരണത്തിൽ അറിയപ്പെട്ടിരുന്ന കുമാരനാശാൻ. തുണ്ടത്തിൽ പെരുമാളാശാന്റെ കുടിപ്പള്ളിക്കൂടത്തിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കുമാരു 11ാം വയസ്സിൽ തന്റെ അച്ഛന്റെ കൂടി ശ്രമഫലമായി വന്ന ചക്കൻവിളാകം പ്രൈമറി സ്കൂളിൽ വിദ്യാർത്ഥിയായി. ഇവിടെ നിന്നും ഒന്നാമനായി 4ാം ക്ലാസ് വിജയിച്ച കുമാരൻ തുടർന്ന് ഈ സ്കൂളിലെ തന്നെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. പക്ഷേ 14 വയസ്സ് പൂർത്തിയാകാത്ത ആളെ സർക്കാർ സർവീസിൽ വയ്ക്കാൻ നിയമം അനുവദിക്കാത്തതുകൊണ്ട് കുമാരന് താമസിയാതെ ആ ജോലി വിടേണ്ടി വന്നു. എന്നാൽ അടങ്ങാത്ത ജ്ഞാനതൃഷ്ണ കുമാരനെ മണമ്പൂർ ഗോവിന്ദനാശാൻ നാട്ടിൽ സ്ഥാപിച്ച വിജ്ഞാന സന്ധാനിയിലാണ് എത്തിച്ചത്. ഇവിടെ അദ്ദേഹം സംസ്കൃത പഠനം തുടർന്നു. ചിന്താശീലനായിരുന്ന കുമാരനാശാൻ ചെറുപ്രായത്തിൽ തന്നെ കവിതാരചനയിൽ ഏർപ്പെട്ടു. അക്കാലത്ത് പ്രധാനമായും സ്തോത്രകൃതികളാണ് അദ്ദേഹം രചിച്ചിരുന്നത്. ഇവിടെ നിന്നും വിജ്ഞാനദാഹവുമായി പിരിഞ്ഞ കുമാരു കുറച്ചുനാൾ നാട്ടിലുള്ള ഏറത്തു ഭദ്രകാളി ക്ഷേത്രത്തിലും വക്കത്തുള്ള വേലായുധൻ നടയിലും പ്രാർത്ഥനയും ധ്യാനവുമായി കഴിയുകയും അവിടുത്തെ പൂജാരിയായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. അസാധാരണമായ ഒരു ഗുരുശിഷ്യ ബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത്. ഒരിക്കൽ ശയ്യാവലംബിയായ കുമാരനെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ആഗ്രഹപ്രകാരം ശ്രീനാരായണ ഗുരു യദൃച്ഛയാ കാണുകയുണ്ടായി. തുടർന്ന് ഗുരു കുമാരനെ തന്നോടൊപ്പം വരുവാനായി ക്ഷണിച്ചു. ഗുരുവിനോടൊപ്പം അരുവിപ്പുറത്ത് കഴിച്ചുകൂട്ടിയ ആദ്യ വർഷങ്ങളിൽ കുമാരൻ സംസ്കൃതം, തമിഴ്, യോഗവിദ്യ, വേദാന്തം എന്നീ വിഷയങ്ങൾ അഭ്യസിച്ചു. അധികം വൈകാതെ ഗുരുവിന്റെ ശിഷ്യന്മാരിൽ അഗ്രിമനായി തീർന്ന കുമാരനെ അദ്ദേഹം ഡോക്ടർ പൽപുവിന്റെ സഹായത്തോടെ ശ്രീ ചാമരാജേന്ദ്ര സംസ്കൃത കോളേജിൽ ഉന്നത പഠനത്തിന് അയച്ചു. അവിടെ നിന്നും കുമാരൻ കൽക്കത്തയിലുള്ള സംസ്കൃത കോളേജിൽ തുടർ പഠനത്തിനായി പോയി. കൂടുതൽ സമയവും വായനയ്ക്കായി മാറ്റിവെച്ച കുമാരൻ ഈ നഗരിയിൽ വെച്ചാണ് ആംഗലേയ ഭാഷയിൽ പ്രാവീണ്യം നേടുന്നതും സാഹിത്യത്തിലുള്ള പുതിയ പ്രവണതകളുമായി പരിചയപ്പെടുന്നതും. സമുദായ സേവയോടൊപ്പം കാവ്യോപാസനയും നടത്തിയിരുന്ന കുമാരനാശാൻ 1908 മിതവാദിയിലായിരുന്നു വീണപൂവ് എന്ന തന്റെ മഹൽ സൃഷ്ടി പ്രസിദ്ധീകരിച്ചത്. ഈ കവിത മലയാള കാവ്യലോകത്ത് വലിയ ചലനം തന്നെ സൃഷ്ടിച്ചു. തുടർന്ന് നളിനി, ലീല, ചിന്താവിഷ്ടയായി സീത തുടങ്ങിയ ഖണ്ഡകാവ്യങ്ങളും ലഘുകവിതകളും പ്രസിദ്ധിപ്പെടുത്തി.